ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും സിനിമയിൽ വൻ വിജയം നേടിയപ്പോൾ മുതൽ ആരാധകർ ചോദിക്കുന്നതാണ് മോഹൻലാലിന്റെ മകൻ പ്രണവിനെ എന്ന് സ്ക്രീനിൽ കാണാമെന്ന്. ഇതിന് ഉത്തരം നൽകിയത് സംവിധായകൻ ജിത്തു ജോസഫ് ആയിരുന്നു. പ്രണവിനെ സംവിധാന സഹായിയാക്കി ജിത്തു ക്യാമറയ്ക്ക് പിന്നിൽ നിർത്തി. എന്നാൽ പ്രണവ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒരിടത്തും സ്ഥിരീകരണമില്ലെങ്കിലും ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പ്രിയദർശനെയും മണിരത്നത്തെയും പോലെയുള്ള പ്രശസ്ത സംവിധായകരുടെ ചിത്രത്തിലൂടെയായിരിക്കില്ല താരപുത്രന്റെ സിനിമാ പ്രവേശമെന്നും അടുപ്പക്കാരുടെ ചിത്രത്തിലൂടെയായിരിക്കുമെന്നാണ് കേൾക്കുന്ന വാർത്തകൾ. അതേസമയം പ്രണവിന്റെ അരങ്ങേറ്റം മലയാളത്തിലൂടെ ആയിരിക്കുമെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് സംവിധാന രംഗത്തെ പ്രണവിന്റെ ഗുരു ജിത്തു ജോസഫ് ആയിരിക്കുമോ അതോ പുതുമുഖ സംവിധായകരാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നേരത്തെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ സെക്കൻഡ് ഷോ എന്ന ചെറിയ ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറിയത്. ദുൽഖർ വൻ വിജയമായി മാറുകയും ചെയ്തു. അതേസമയം മലയാളത്തിൽ ഏറ്റവും മികച്ച പ്രണയ ജോഡികളെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജിത്തു ജോസഫ്. ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ തുടങ്ങി കാൽനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആരാധകർക്ക് പ്രിയങ്കരമായ ദിലീപ് കാവ്യ ജോഡി ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ജിത്തു ജോസഫ്. മമ്മൂട്ടിയുമായുള്ള ത്രില്ലർ ചിത്രത്തിന് ശേഷം ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.